കാണുന്ന ഈ ദൃശ്യങ്ങളാണ് പ്രതിഷേധത്തിന്റെ തുടക്കം. ആ ഗേറ്റ് ചാടിക്കടന്ന പ്രവർത്തകർ, SFI പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഗേറ്റ് പുറത്തു വെച്ച പ്രവർത്തകരെ തടയാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഗവർണർ എത്തുമ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ സാധാരണ നിലയിൽ ഏർപ്പെടുത്താറുണ്ട്. കൂട്ടമായി കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് SFI പ്രവർത്തകർ സെനറ്റ് ഹാളിന് മുന്നിലേക്ക് വന്നതിന്റെ, ഗേറ്റ് ചാടിക്കടന്ന് വന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഗേറ്റ് അടച്ചിരുന്നു പോലീസ്, പക്ഷേ ആ ഗേറ്റ് അടച്ചത് വകവയ്ക്കാതെ മതിൽ ചാടിക്കടന്നാണ് പ്രവർത്തകർ ഇരച്ചെത്തുന്നത്. അങ്ങനെ സെനറ്റ് ഹാളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുന്നു. സെനറ്റ് ഹാളിലെ വാതിലുകൾ മുട്ടുന്നു, ചവിട്ടി തുറക്കാൻ ശ്രമം നടത്തുന്നു. അതിനെയാണ് ഇപ്പോൾ പോലീസ് ചെറുത്തിരിക്കുന്നത്. അതിന്റെ ആദ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ഗവർണർ അവിടെ നിന്ന് പുറത്തേക്ക് വരാനുള്ള 2 വാതിലുകളും ഇപ്പോൾ ഉപരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു SFI പ്രവർത്തകർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഗവർണർ പുറത്തേക്ക് വരികയാണ് എങ്കിൽ അതിന് വഴിയൊരുക്കാൻ വലിയ ബലപ്രയോഗം പോലീസിന് വേണ്ടിവരും എന്നുള്ളത് കൂടി മനസ്സിലാവുകയാണ്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് മുന്നിലേക്ക് SFI പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് പോലീസിന് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. തീർച്ചയായും വലിയ സുരക്ഷാ വീഴ്ച കേരള സർവകലാശാല ആസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടേക്ക് എത്തുമ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥി സംഘടന SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സർവകലാശാലകളിൽ VC നിയമനത്തിൽ ഏകപക്ഷീയമായ നിലപാട് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അമൽ ടെൻബർബിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അമൽ, ഈ 2 വാതിലുകളിലും SFI പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. പോലീസ് അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഗവർണർ എങ്ങനെ പുറത്തിറങ്ങും? ബന്ദിയായിരിക്കുകയാണോ നിലവിൽ? ഗവർണറുടെ വാഹനം പുറത്തു പോകാനായി തയ്യാറെടുക്കുന്നു. ഒരു വഴി പോലീസ് ഇപ്പോൾ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വഴി ഗവർണർക്ക് പുറത്തേക്ക് പോകാൻ കഴിയും. മുഴുവൻ പ്രവർത്തകരും യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് വന്നുവെങ്കിൽ കൂടി ഇപ്പോൾ പ്രവർത്തകർ പലയിടങ്ങളിലായി ചിതറി നിൽക്കുകയാണ്. ഏതാണ് SFI പ്രവർത്തകർ, ഏതാണ് ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവർ എന്ന കൺഫ്യൂഷൻ പോലീസിനുണ്ട്. സ്വാഭാവികമായും ഗവർണർ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായ പ്രതിഷേധങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂടൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പോലീസ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ ആ ക്രമീകരണങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് SFI പ്രവർത്തകർ അകത്തേക്ക് എത്തിയത്. മാത്രമല്ല, ഗവർണർ അകത്ത് പ്രസംഗിക്കുമ്പോൾ വലിയ സുരക്ഷ അകത്തൊരുക്കി ഗവർണർ പ്രസംഗിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു ഭിത്തിക്കിപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു കതകിന് തൊട്ടിപ്പുറത്ത് SFI പ്രവർത്തകർ ഇപ്പോഴും കുത്തിയിരുന്ന് സാധാരണ സെക്രട്ടേറിയറ്റിലെ സമരത്തിലൊക്കെ കാണുന്നത് പോലെ നേതാക്കന്മാർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. തൊട്ടുപുറത്തൊരു പോലീസ് വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പോലീസ് വാഹനം ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെയുള്ള പ്രവർത്തകരെ, വളരെ കുറച്ച് പ്രവർത്തകർ മാത്രം, ഇപ്പോൾ ഈ കതകിൻ്റെ അവിടെയുള്ളത് 10-20 പ്രവർത്തകർ മാത്രമാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നടപടി പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഒന്നുകിൽ പ്രവർത്തകരെ ഇനിയും പ്രകോപിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയതിന്റെ ഭാഗമാകാം നേതാക്കന്മാരുമായി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് സംസാരിച്ച ശേഷം അവർ മടങ്ങും എന്നൊരു തീരുമാനം